ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. കുഞ്ഞിലെ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട അൽഫോൻസാമ്മ ബാല്യകാലം ചിലവഴിച്ചത് പേരമ്മയോടൊപ്പമാണ്. പ്രാർത്ഥനാ ജീവിതത്തിലും അനുസരണയിലും വളർന്നു വന്ന വിശുദ്ധയാണ് അൽഫോൻസാമ്മ. ധാരാളം രോഗക്ലേശങ്ങളും പീഡനങ്ങളും സഹിച്ചാണ് അൽഫോൻസാമ്മയുടെ ബാല്യകാലം കടന്നുപോയത്. വളരെ സുന്ദരിയായിരുന്നതിനാൽ കൗമാരപ്രായത്തിൽ തന്നെ വിവാഹാലോചനകൾ വന്നു തുടങ്ങി. എന്നാൽ തന്റെ മണവാളൻ ദിവ്യകാരുണ്യനാഥനാണെന്ന് മനസ്സിലാക്കിയ അൽഫോൻസാമ്മ തന്റെ കാലുകൾ പൊള്ളിച്ച് പരിക്കേൽപ്പിച്ചാണ് വിവാഹാലോചനകളിൽ നിന്ന് മോചനം നേടിയത്. പിന്നീട് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ സഭയിൽ ചേരുകയും അവിടെ സന്യസ്ത ജീവിതം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അവിടെയും രോഗപീഡനങ്ങളും ക്ലേശങ്ങളുമായിരുന്നു അൽഫോൻസാമ്മയ്ക്ക് കൂട്ട്. ഒടുവിൽ 36-ാമത്തെ വയസ്സിൽ മരിക്കുകയും 2008 വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് നാം ആവശ്യപ്പെടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കുമായി മാധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുന്നു ആ സഹനത്തിന്റെ മാലാഖ. ഇന്നത്തെ നമ്മുടെ ലോക ജീവിതത്തിൽ നമ്മുടെ ലോകമെമ്പാടുമുള്ള എല്ലാ സന്യസ്തർക്കുമായി ആ വിശുദ്ധയോട് മാധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.